Hi all, welcome back. EET283 Introduction to Power Engineering ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ലെക്ചർ സീരീസാണ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾക്ക് 3 സെക്ഷനായിട്ടാണ് നമ്മൾ പവർ സിസ്റ്റം പറയാം. അതായത് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്ന സെക്ഷനെ ജനറേഷൻ എന്ന് പറയും. സബ്സ്റ്റേഷന്, അതായത് ജനറേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക, സബ്സ്റ്റേഷൻ ടു സബ്സ്റ്റേഷൻ ട്രാൻസ്മിഷൻ ഒക്കെ അതിന് ട്രാൻസ്മിഷൻ എന്ന് പറയും. എന്നിട്ട് നമ്മൾക്ക് യൂസസിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ഏരിയനെയാണ് നമ്മൾ എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ദ പാർട്ട് ഓഫ് പവർ സിസ്റ്റം വിച്ച് ഡിസ്ട്രിബ്യൂട്ട്സ് ഇലക്ട്രിക്കൽ പവർ ഫോർ ലോക്കൽ യൂസ് ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ജനറലി ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സിസ്റ്റമാണ്. അതിലെന്തൊക്കെ ഉണ്ടാവും, സബ്സ്റ്റേഷനിൽ ഫെഡ് ചെയ്ത് ട്രാൻസ്മിഷൻ, അതായത് സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മളുടെ കൺസ്യൂമർ മീറ്റേഴ്സിൻ്റെ അവിടേക്ക് വരുന്ന ആ സെക്ഷനെയാണ് എന്താ പറയുക, ജനറലി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അതിൽ ഫീഡർ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, സർവീസ് മെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുക, ഫീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറാണ്. അതായത് സബ്സ്റ്റേഷനും നമ്മൾ എവിടെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിലുള്ള ഒരു കണ്ടക്ടറിനെയാണ് ഫീഡർ പറയുന്നത്. ഫീഡർ ഈസ് എ കണ്ടക്ടർ വിച്ച് കണക്ട്സ് ദ സബ്സ്റ്റേഷൻ ടു ദ ഏരിയ വേർ പവർ ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടാപ്പിങ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് ടാപ്പിങ്സ് പറഞ്ഞാൽ ഓരോ വീട്ടിലേക്ക് എടുക്കുന്ന സിസ്റ്റം ഒന്നുമില്ല. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 11 kV ട്രാൻസ്ഫോമർ, 11 kV ബാർ 415 വോൾട്ടിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും. അപ്പോൾ ഇത് 11 kV ആയിരിക്കും നോർമലി ഈ ഫീഡർ ഉണ്ടാവുക ഇവിടുത്തെ. ഇനി ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിന് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടക്ടർ കൊടുക്കും. ആ കണ്ടക്ടറിന് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മളുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഓരോ പോസ്റ്റുമിൽ നിന്നാണ് നമ്മളുടെ വീട്ടിലേക്ക് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ കണ്ടക്ടറിനെയാണ് പറയുന്നത് സർവീസ് മെയിൻ എന്ന് പറയാം. അപ്പോൾ അതിൽ ABBCCDDA ഇതൊക്കെ എന്താണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. സർവീസ് മെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ടാപ്പിങ്സിൻ്റെ അവിടുന്ന് നമ്മളുടെ വീട്ടിലോട്ട് സർവീസിൻ്റെ, അതായത് നമ്മളുടെ മീറ്ററിൻ്റെ അവിടെ വരെയുള്ള വയറിനാണ് നമ്മൾ എന്താ പറയുക, സർവീസ് മെയിൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഹൗ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് കറണ്ട് കാരണം കൊണ്ടുണ്ടാവും, ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ കാരണം കൊണ്ടുണ്ടാവും, സ്കീം ഓഫ് കണക്ഷൻ കാരണം കൊണ്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നേച്ചർ ഓഫ് കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ DC സിസ്റ്റമാണോ AC സിസ്റ്റമാണോ എന്നുള്ളത് വെച്ചിട്ട്. നൗ എ ഡേയ്സ് AC സിസ്റ്റം ഈസ് യൂണിവേഴ്സലി അഡോപ്റ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് പവർ ആസ് ഇറ്റ് ഈസ് സിംപ്ലർ ആൻഡ് മോർ എക്കണോമിക്കൽ ദാൻ ഡയറക്റ്റ് കറണ്ട് മെത്തേഡ്. സിംപ്ലറാണ്, മോർ എക്കണോമിക്കൽ ആയതുകൊണ്ട് തന്നെ എന്താണ്, AC സിസ്റ്റമാണ് കൂടുതൽ ഇപ്പോൾ ഉള്ളത്. ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഓവർ ഹെഡ് സിസ്റ്റം വരും, അണ്ടർഗ്രൗണ്ട് ഗ്രിഡ് സിസ്റ്റം വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മുകളിൽ കൂടെ പോകുന്നത് ഓവർ ഹെഡും അണ്ടർഗ്രൗണ്ട്. ഓവർ ഹെഡ് ഈസ് ജനറലി എംപ്ലോയിഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് ടു 5 to times ചീപ്പർ ദാൻ ദ, അതായത് ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റാണ്. മാത്രമല്ല അതിൽ വല്ല ഫോൾട്ടും കണ്ടുപിടിക്കാനും പണിയാണ്. പക്ഷേ ഫോൾട്ടുകൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അണ്ടർഗ്രൗണ്ടിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓവർ ഹെഡാണ് നല്ലത്. ഇനി സ്കീം ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് കണക്ഷനാണ്, അത് റേഡിയൽ സിസ്റ്റം, റിംഗ് മെയിൻ, ഇൻ്റർ കണക്ടർ സിസ്റ്റം, അതെന്താണെന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിൽ നോക്കാം. നൗ AC ഡിസ്ട്രിബ്യൂഷൻ, അതായത് നേച്ചർ ഓഫ് കറണ്ട് വെച്ചിട്ട് AC ഡിസ്ട്രിബ്യൂഷനും DC ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് പറഞ്ഞു അല്ലേ. അതിൽ ഫസ്റ്റ് AC ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. നൗ എ ഡേയ്സ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ജനറേറ്റഡ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നോർമലി ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ് ജനറേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. The one important reason for the widespread of using of alternating current in preference to direct current is the fact that alternating voltage can be conveniently changed in magnitude by means of a transformer. Transformer has made it possible to transmit AC power at high voltage and utilize it at a safe potential. High transmission and distribution voltages have greatly reduced the current in the conductors and resulting in line losses. അതായത് നമ്മൾ AC-യിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കറണ്ടിനെ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാനും വോൾട്ടേജ് സ്റ്റെപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 11 kV-യിലാണ് ജനറേറ്റ് ചെയ്യുക. ഈ 11 kV ഇടുക്കിയിൽ ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ അവിടേക്ക് എത്തുമ്പോഴത്തേന് എന്തുണ്ടാവും, ലോസസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അത് ബൈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ചെയ്യും. അതായത് 11 kV-നെ 400 kV-യോ 220 kV-യോ 110 kV ആയിട്ട് സ്റ്റെപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് ഏറ്റവും എക്കണോമിക്കലായിട്ട് പോസിബിൾ അത് ഏതിലാണ്, AC ഡിസ്ട്രിബ്യൂഷനിലാണ്. അതേപോലെ നമ്മളുടെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എക്കണോമിക്കലായിട്ട് കിട്ടാൻ ഇങ്ങനെ ഇതാകുമ്പോൾ നമ്മൾ ലൈൻ ലോസസ് പഠിച്ചിട്ടുണ്ട്, I²R ലോസസ് നമ്മൾ +2-നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോപ്പർ ലോസ് എന്നാണ് പറയുക, ഫസ്റ്റ് ഇയറും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കുറവും.
കുറയും. അതുകൊണ്ട് തന്നെ I² ലോസ് വരുമ്പോൾ എന്ത് ചെയ്യും, ആ I കുറയണോണ്ട് എന്ത് ചെയ്യും, ലോസ് കുറയും. അതുകൊണ്ട് നമുക്ക് ലൈൻ ലോസസ് ഉണ്ടാവില്ല. അതാണ് എ സി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഗുണം. ദർ ഇസ് നോ ഡെഫിനിറ്റ് ലൈൻ ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു വോൾട്ടേജ് ഓർ ബൾക്ക് കപ്പാസിറ്റി. However, in general, the AC distribution system is the electrical system between the step-down substation fed by the transmission system and the consumer meters. അതായത് നമ്മളുടെ ഈ ഇതിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇടയിൽ വേറെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈനേ ആവശ്യമുള്ളൂ. ആ ലൈനിൽ വന്ന് നമുക്ക് എത്ര വെച്ചാൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ? It is that part of AC distribution system which operates at voltage somewhat higher than general utilization and handles large blocks of electrical energy than the average low voltage consumer uses. The voltage used for primary distribution depends upon the amount of power to be conveyed and the distance of the substation required to be fed. The most commonly used primary distribution voltage are 11 kV, 6.6 kV, 3.3 kV. Due to economic consideration, primary distribution is carried out by 3-phase 3-wire system. അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എന്താണ്, 415 വോൾട്ട് ലൈൻ ടു ലൈൻ, അതായത് ഫേസ് വോൾട്ടേജിലോട്ടാവുമ്പോൾ അതെന്താവും, ഇറ്റ് ഈസ് ഓൺലി 240 വോൾട്ട്. അതിനെക്കാട്ടി മുകളിൽ നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ MESൽ 240 വോൾട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം അതിന് മാത്രം അവിടെ എന്തുണ്ട്, സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറി വരുമ്പോൾ കാണാം MESൻ്റെ സൈഡിൽ ട്രാൻസ്ഫോമർ ഉണ്ടാവും. അവിടെ 11 kV എന്ത് ചെയ്തിട്ടുണ്ട്, കോളേജിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ വലിയ ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ്, അതേപോലെ കോളേജസ്, ഇവർക്കൊക്കെ നോർമൽ നമ്മളുടെ 3 ഫേസ് സപ്ലൈ കൊടുത്താൽ മതിയാവില്ല, ലോഡ് നിൽക്കില്ല. അതുകൊണ്ട് അവിടെ 11 kV അല്ലെങ്കിൽ 3.3 kV അല്ലെങ്കിൽ 6.6 kV ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എന്താ പറയുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലൈനേ അവിടെ ഉണ്ടാവുള്ളൂ, ഡെൽറ്റ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മളുടെ പ്രെമിസസിൽ, ആ കൺസ്യൂമറിൻ്റെ പ്രെമിസസിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ അവിടെ വന്ന് അതിൻ്റെ അവിടുന്ന് സെക്കൻഡറിയിൽ നിന്ന് എന്ത് ചെയ്യും, 4 ലൈനായിട്ട് പോകും, സ്റ്റാർ കണക്റ്റഡ് ആയിട്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് 3 ഫേസ് 3 വയർ സിസ്റ്റം ആയിട്ടാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഇതാണ് നമ്മുടെ സബ്സ്റ്റേഷൻ, 11 kV പ്രൊവൈഡ് ചെയ്യും. ബിഗ് കൺസ്യൂമേഴ്സ്, ഫാക്ടറി സബ്സ്റ്റേഷൻ, വേറെ ചെറിയ സബ്സ്റ്റേഷൻ, അങ്ങനത്തെ. അല്ലെങ്കിൽ നമ്മളുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പ്രെമിസസിലൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ടാവില്ലേ, നമ്മൾ ബസ്സിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴും കാണില്ലേ, അവിടം വരെ വരുന്നതിന് നമ്മളെന്താ പറയുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. Electric power from the generating station is transmitted at a high voltage to the substation located in or over the city. അപ്പോൾ ഈ ചെറിയ സബ്സ്റ്റേഷൻ അവർ ഉദ്ദേശിച്ചത് വെച്ചാൽ ആ ട്രാൻസ്ഫോമർ കേട്ടോ, അതിനൊരു ചെറിയ മൈന്യൂട്ട് സബ്സ്റ്റേഷനായിട്ടാണ് ജനറലി പറയാം. At this substation, voltage is stepped down to 11 kV with the help of a step-down transformer. അതായത് ഇവിടെ 33 kV/11 kV സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ 110 kVയിൽ നിന്നും എന്ത് ചെയ്യും, 110/11 kV ആയിട്ട് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് 33 kV ആണ്. പിന്നെ ഒരു സബ്സ്റ്റേഷന് പേര് കൊടുക്കുക, എത്രയാണോ അതിന് മാക്സിമം വോൾട്ടേജ് ഡീൽ ചെയ്യാൻ പറ്റുക അത് വെച്ചിട്ടാണ്. അപ്പോൾ 33/11 kV ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമെങ്കിൽ പോലും ഇതിന് 33 kV സബ്സ്റ്റേഷൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ മാക്സിമം ഇതിന് 33 kV വരെ എന്ത് ചെയ്യാം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദ പവർ ഈസ് സപ്ലൈഡ് ടു വേരിയസ് സബ്സ്റ്റേഷൻസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓൺ ബിഗ് കൺസ്യൂമേഴ്സ് അറ്റ് ദിസ് വോൾട്ടേജ്. ഈ 11 kVയിൽ 33 kV വന്നു, ഈ 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, 11 kV ഒരുപാട് സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദിസ് ഫോംസ് ദ ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. Next is secondary distribution system. It is that part of AC distribution system which includes the range of voltage at which the ultimate consumer utilizes the electrical energy delivered to him. The secondary distribution employs 400/230 volt 3 phase 4 wire system. ഞാൻ നേരത്തെ 415 വോൾട്ട് എന്ന് പറഞ്ഞത്, അത് നമ്മുടെ കേരളത്തിലത്തെ കാര്യം 415 വോൾട്ടാണ്. ഇത് ജനറലൈസ് ചെയ്തിട്ട് കേരളത്തിൽ എഴുതിയ ബുക്കല്ല. അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞാലും കുഴപ്പമില്ല, 415 വോൾട്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല, 400 വോൾട്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, 415 വോൾട്ടാണെങ്കിൽ 240 വോൾട്ടാണ് നമുക്ക് കിട്ടുക, 400 വോൾട്ടാണെങ്കിൽ 230 വോൾട്ടാണ്. അതായത് 415 400 എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ്. അതിനെ ഫേസ് വോൾട്ടേജ് ആക്കുമ്പോൾ 415/√3 ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നിയർലി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 240. അതല്ല 400/√3 ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 230 വോൾട്ട് വരും. അവിടെ 3 ഫേസ് ഉണ്ടാവും, ഒരു ന്യൂട്രലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 4 വയർ സിസ്റ്റം ആയിരിക്കും.
ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് അതിൻ്റെ ഫിഗർ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ട് ഡെലിവേഴ്സ് പവർ ടു വേരിയസ് സബ്സ്റ്റേഷൻ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇതേപോലെ വേരിയസ് സബ്സ്റ്റേഷനുകൾക്ക് കൊടുക്കുന്നതാണ്. ദ സബ്സ്റ്റേഷൻസ് ആർ സിറ്റുവേറ്റഡ് നിയർ ദ കൺസ്യൂമേഴ്സ് ലൊക്കാലിറ്റീസ് ആൻഡ് കണ്ടെയ്ൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് നമ്മൾ 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ടായിട്ട് എന്ത് ചെയ്യും, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ഇപ്പോൾ നമ്മളുടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് 11 kV വന്നു, 11 kV ബാർ 400 വോൾട്ട്, അതിന് 0.4 kV എന്ന് പറയും അല്ലേ. 400 ഡിവൈഡ് ബൈ 1000 ചെയ്താൽ 0.4 kV അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ഇത് ഡെൽറ്റ കണക്റ്റഡ് ആയിരിക്കും, ഇവിടെ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് 3 ഫേസും പോവും, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ത് ചെയ്യും, ഒരു ന്യൂട്രൽ പോയിൻ്റ് പോവും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ ഒരു ഹൗസ് ആണെങ്കിൽ അവർക്കൊരു ഫേസും ഒരു ന്യൂട്രലും വേണം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ഫേസ് എടുക്കും, ഒരു ന്യൂട്രൽ എടുക്കും. ഇനി ഒരു ഹൗസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫാക്ടറി ആണെങ്കിൽ 3 ഫേസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ 3 ഫേസ് വീടാണെങ്കിൽ എന്ത് ചെയ്യും, 3 എണ്ണത്തിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കും, പിന്നെ ന്യൂട്രൽ കൊടുക്കും. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യണത്, നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ. ഇവിടെ നോക്കുക, ആർ ഫേസും വൈ ഫേസും തമ്മിൽ 400 വോൾട്ടാണ്, വൈ ഫേസും ബി ഫേസും തമ്മിൽ 400 വോൾട്ടാണ്. പക്ഷേ ബിയും ന്യൂട്രലും തമ്മിൽ എന്താണ് 230 വോൾട്ടാണ്. ബിയും ആറും തമ്മിൽ 400 വോൾട്ടാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജ്, ഇത് ഫേസ് വോൾട്ടേജ്, അതായത് ഒരു ലൈനും ന്യൂട്രലും തമ്മിലുള്ള ഫേസ് വോൾട്ടേജും 2 ലൈനും തമ്മിലുള്ള എന്താണ് ലൈൻ വോൾട്ടേജുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നാണ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ കോമൺ നോളജ് ദാറ്റ് ഇലക്ട്രിക് പവർ ഈസ് ആൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ജനറേറ്റഡ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ സി. നമുക്ക് നോർമലി അറിയാം ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നോർമലി എന്താണ്, ജനറലി എന്തിലാണ്, എ സിയിലാണ് അല്ലേ. ഓക്കെ, ദെൻ ഹൗവർ ഫോർ സർട്ടൻ ആപ്ലിക്കേഷൻ ഡി സി സപ്ലൈ ഈസ് നെസസറി. പക്ഷേ നമ്മളുടെ കുറേ, ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണം എടുക്കുക, നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഡി സി സപ്ലൈ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് വേണം, ഡി സി സപ്ലൈ വേണം. ഫോർ ഇൻസ്റ്റൻസ് ഡി സി സപ്ലൈ ഈസ് റിക്വയർഡ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് വേരിയബിൾ സ്പീഡ് മെഷീനറി, ഡി സി മോട്ടോഴ്സിൽ, അതുപോലെ ഫോർ ഇലക്ട്രിക്കൽ വർക്ക് ആൻഡ് ഫോർ കൺജസ്റ്റഡ് ഏരിയാസ് വേർ സ്റ്റോറേജ് ബാറ്ററി റിസർവ്സ് ആർ നെസസറി. അതുപോലെ ബാറ്ററി വേണമെങ്കിൽ അവിടെ ഡി സി വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡി സി വേണം അല്ലേ. ഫോർ ദിസ് പർപ്പസ് എ സി പവർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡി സി പവർ അറ്റ് ദ സബ്സ്റ്റേഷൻ ബൈ യൂസിങ് കൺവേർട്ടിംഗ് മെഷീനറി. എക്സാമ്പിൾ മെർക്കുറി ആർക്ക് റെക്ടിഫയേഴ്സ്, റോട്ടറി കൺവേർട്ടേഴ്സ് ആൻഡ് മോട്ടോർ ജനറേറ്റേഴ്സ്. അതായത് നമുക്ക് ഡി സി എവിടെ വേണോ അവിടെ എന്ത് ചെയ്യും, ഡി സിനെ കൺവേർട്ട് ചെയ്തെടുക്കും. ദ ഡി സി സപ്ലൈ, അതിനുള്ള പേരുകളാണ് പറയുക, മെർക്കുറി ആർക്ക് റെക്ടിഫയേഴ്സ്, റോട്ടർ, ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. ദ ഡി സി സപ്ലൈ ഫ്രം ദ സബ്സ്റ്റേഷൻ മേ ബി ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫോം ഓഫ് 2 വയർ സിസ്റ്റം ആയിട്ടുണ്ട്, 3 വയർ സിസ്റ്റം ഉണ്ട്. 2 വയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്ലസും ഒരു ന്യൂട്രലും. ഇത് കണ്ട, ഒരു പ്ലസും ഒരു നെഗറ്റീവും, സോറി ന്യൂട്രൽ അല്ല, ന്യൂട്രൽ എ സിയിലാണ്, തെറ്റിപ്പോയതാണ്, പ്ലസും മൈനസും. ഓക്കെ, അപ്പോൾ ഈ പ്ലസും മൈനസിൻ്റെ ഇടയിൽ ഓരോ ലോഡ് എടുക്കുന്നതിനാണ് 2 വയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുക. ആസ് ദ നെയിം ഇംപ്ലൈസ് ദ സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 2 വയേഴ്സ്. വൺ ഈസ് ദ ഔട്ട് ഗോയിങ് ഓർ പോസിറ്റീവ് വയർ, the other is the return or negative wire. The loads such as lamp, motors, etc. are connected in parallel between 2 wires. നമ്മളെപ്പോഴും പ്ലസും മൈനസും, ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ സർക്യൂട്ട് ക്ലോസ് ആവും, ഇവിടെ ലാമ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് ക്ലോസ് ആവും, മോട്ടർ ഉണ്ടെങ്കിൽ. അപ്പോൾ പാരലായിട്ടാണ് എന്ത് ചെയ്ത് കണക്ട് ചെയ്യുക. ദിസ് സിസ്റ്റം ഈസ് നെവർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ പർപ്പസസ് ഡ്യൂ ടു ലോ എഫിഷ്യൻസി. ഇത് തീരെ യൂസ് ചെയ്യാറില്ല, കാരണം ലോ എഫിഷ്യൻസി കാരണം. ബട്ട് മേ ബി എംപ്ലോയിഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡി സി പവർ. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യും. നെക്സ്റ്റ് 3 വയർ ഡി സി സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഔട്ടേഴ്സ് ആൻഡ് എ മിഡിൽ ഓർ ന്യൂട്രൽ വിച്ച് ഈസ് എർത്ത് അറ്റ് ദ സബ്സ്റ്റേഷൻ. അതായത് 2 ഔട്ടർ വയർ ഉണ്ടാവും, അതിൽ ഒരെണ്ണം എന്ത് ചെയ്യും, സബ്സ്റ്റേഷൻ്റെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും. അതിന് ശരിക്ക് എന്താണ് പറയുക, ഡി സിയിൽ ന്യൂട്രൽ എന്ന് പറയില്ല, പക്ഷേ ഇവർ ന്യൂട്രൽ എന്ന് പറയണത്. ഓക്കെ, the principal advantage of this system is that it takes available to voltages at the consumer's terminals. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാതെ നമുക്ക് കിട്ടും. വി ബിറ്റ്വീൻ എനി 2 ഔട്ടർ ആൻഡ് ന്യൂട്രൽ ആൻഡ് 2 വി ബിറ്റ്വീൻ ദ ഔട്ടേഴ്സ്. ഇവിടെ എന്താ വെച്ചാൽ ഒരു ഈ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റേഷൻ്റെ അവിടെ ഇതാക്കണോടത്ത് എന്ത് ചെയ്യും, നമുക്ക് ചിലയിടത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഇരട്ടി വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ മോട്ടറിനൊക്കെ വേണമെങ്കിൽ അവിടെ അത് യൂസ് ചെയ്യാം. സിംഗിൾ വോൾട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ എ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് കുറച്ച് ഫിഗേഴ്സും വരച്ചിട്ട് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ കാര്യം. നെക്സ്റ്റ് ഓവർ ഹെഡ് വേഴ്സസ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. ഓക്കെ,
അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ PPT തരാം. ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓവർഹെഡ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വഴി ഉണ്ടാവും. ഓവർഹെഡ് ലൈനിന് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വുഡൻ്റെ പോസ്റ്റ് ഉണ്ടാവും, കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാവും, സ്റ്റീൽ പോൾസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവുക. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലത്തൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കോൺഡ്യൂട്ട് അല്ലെങ്കിൽ കേബിൾസ്, മാൻ ഹോൾസ് അത് വെച്ചിട്ട് ഇപ്പോൾ ഈ ചില റോഡിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ കയറിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകണമില്ലേ, അത് നമ്മളവിടെ അങ്ങനെ കയറിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി വലിയ സിറ്റീസ് അല്ലെങ്കിൽ വലിയ വലിയ കൺട്രീസിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ അതിനായിട്ട് ഒരു ട്രഞ്ച് ക്രിയേറ്റ് അതിൻ്റെ ഉള്ളിലിട്ടുണ്ടാവും. അപ്പോൾ അതിന് കുറേ ഇങ്ങനെ തുറക്കാനുള്ള റോട്ടിൽ ഇങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് തുറന്നിട്ടാണ് അതിൽക്കുള്ളിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉണ്ടാവുക. ഇനി രണ്ടും കൂടി കമ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. പബ്ലിക് സേഫ്റ്റി നോക്കുമ്പോൾ ദ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഈസ് മോർ സേഫ്. അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ് കൂടുതൽ സേഫ് വരിക. കാരണം എന്താ വെച്ചാൽ പൊട്ടി വീഴുക അങ്ങനെയൊന്നുമില്ല ദാൻ ഓവർഹെഡ് സിസ്റ്റം, ബിക്കോസ് ഓൾ ഡിസ്ട്രിബ്യൂഷൻ വയറിംഗ് ഈസ് പ്ലേസ്ഡ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ദർ ആർ ലിറ്റിൽ ചാൻസസ് ഓഫ് എനി ഹസാർഡ്. ഇപ്പോൾ ഓവർഹെഡിലാണ് ഈ പൊട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്, അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ അതില്ല. ഇനീഷ്യൽ കോസ്റ്റ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ കൂടുതൽ എക്സ്പെൻസീവാണ്. കാരണം അതിന് ട്രഞ്ച് ഉണ്ടാക്കണം, കോൺഡ്യൂട്ട് ഉണ്ടാവണം, കേബിൾ, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 5 to 10 ടൈംസ് ഗ്രേറ്ററാണ് ഓവർഹെഡിനെക്കാട്ടിയും. ഇത് കമ്പയർ ചെയ്യാണ് കേട്ടോ. ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഹെഡ് സിസ്റ്റം ഈസ് മച്ച് മോർ ഫ്ലെക്സിബിൾ ദാൻ ദ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. കാരണം എന്താ വെച്ചാൽ ഓവർഹെഡ് ആകുമ്പോൾ നമുക്ക് വയറ് വളച്ചുകൊണ്ടാവാനൊക്കെ സുഖമാണ്. പക്ഷേ അണ്ടർഗ്രൗണ്ട് ആകുമ്പോൾ കറക്റ്റ് ഓരോ ട്രഞ്ചിട്ട് കറക്റ്റ് സെറ്റാക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഓവർഹെഡിന് ഉള്ള ഗുണം എന്താ വെച്ചാൽ പോൾ, വയേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ഇതൊക്കെ വേണം കേട്ടോ. ഫോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ഫോൾട്ട് ഇൻ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആർ വെരി റയർ. ചാൻസ് വളരെ കുറവാണ്. മാത്രമല്ല ബെറ്റർ ഇൻസുലേഷൻ ഉണ്ടാകും. പക്ഷേ ഓവർഹെഡ് ആണെങ്കിൽ മരം പൊട്ടി വീഴുക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോൾട്ടുകൾ വരാം. നെക്സ്റ്റ്, അപ്പിയറൻസ്. ജനറൽ അപ്പിയറൻസ് ഓഫ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ് ഏത് ഓവർഹെഡ് സിസ്റ്റത്തിനെക്കാളും നല്ലത്. കാരണം നിങ്ങൾ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം കാണില്ല, ഓവർഹെഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാണും. മനസ്സിലായോ? പിന്നെ ഫോൾട്ട് ലൊക്കേഷൻ റിപ്പയർ. ഫോൾട്ട് ലൊക്കേഷനും റിപ്പയറും ഏറ്റവും എളുപ്പം ഓവർഹെഡിലാണ്. പക്ഷേ ഫോൾട്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവ് ഏതിലാണുള്ളത്, അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലാണ്. കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ്. ആൻ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടക്ടർ ഹാസ് എ കൺസിഡറബിൾ ഹയർ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ദാൻ ആൻ അണ്ടർഗ്രൗണ്ട് കേബിൾ കണ്ടക്ടർ ഓഫ് ദ സെയിം മെറ്റീരിയൽ ക്രോസ് സെക്ഷൻ. അതായത് അണ്ടർഗ്രൗണ്ട് ഒരു സെയിം മെറ്റീരിയൽ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അണ്ടർഗ്രൗണ്ടിനെക്കാട്ടും കൂടുതൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവുക ആർക്കാണ്, ഓവർഹെഡിനാണ്. ഓൺ ദ അതർ ഹാൻഡ് അണ്ടർഗ്രൗണ്ട് കേബിൾ കണ്ടക്ടർ ഹാസ് മച്ച് ലോവർ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഈ എക്സൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അണ്ടർഗ്രൗണ്ട് കേബിളിൽ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓവർഹെഡ് കണ്ടക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണ്ടി വെക്കാൻ, അണ്ടർഗ്രൗണ്ടൊക്കെ അടുത്തടുത്തായിരിക്കും, അതുകൊണ്ട് എക്സൽ കുറവായിരിക്കും. യൂസ്ഫുൾ ലൈഫ്. ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഈസ് മച്ച് ലോങ്ങർ ദാൻ ദാറ്റ് ഓഫ് എ ഓവർഹെഡ് സിസ്റ്റം. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈഫ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിനായിരിക്കും കൂടുതൽ ഓവർഹെഡിനെക്കാട്ടും. ആൻഡ് ഓവർഹെഡ് സിസ്റ്റം മേ ഹാവ് എ യൂസ്ഫുൾ ലൈഫ് ഓഫ് 25 years, വേറെ അണ്ടർഗ്രൗണ്ട് ഇതിൻ്റെ ഇരട്ടിയാണ് ഇതിന് വരിക, നമ്മളുടെ അണ്ടർഗ്രൗണ്ട്. ഓവർഹെഡിന് ജസ്റ്റ് ഒരു 25 years ആണെങ്കിൽ മറ്റേനെന്താണ് 50 years വരും. മെയിൻ്റെനൻസ് കോസ്റ്റ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം വെരി ലോ ആണ്. കാരണം എന്താ വെച്ചാൽ വല്ലപ്പോഴും വല്ല കംപ്ലയിൻ്റ് ഉണ്ടാവും. പക്ഷേ എന്താണ് പറയുക, ഓവർഹെഡ് സിസ്റ്റത്തിൽ കൂടുതലാണ്. അതുപോലെ ലെസ് ചാൻസസ് ആണ് ഇൻട്രപ്ഷനും ഇതിനൊക്കെ ഉള്ള ഇതിൽ. പക്ഷേ ഓവർഹെഡ് സിസ്റ്റത്തിലാണ് ഈ വിൻഡ്, ഐസ്, ലൈറ്റിംഗ് അതൊക്കെ എന്തുണ്ടാവും, ട്രാഫിക് ഹസാർഡ്, കാർ വന്നിടിച്ചിട്ട് ഇത് പൊട്ടി വീഴുക, അതൊക്കെ ചാൻസസ് കൂടുതലാണ്. ഇൻ്റർഫിയറൻസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്. ആൻ ഓവർഹെഡ് സിസ്റ്റം കോസസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് വിത്ത് ദ ടെലിഫോൺ ലൈൻസ്. ഈ ഓവർഹെഡ് ലൈനിൽ ഈ ടെലിഫോൺ ലൈനും വെച്ചിട്ട് ഇതെന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻട്രപ്ഷൻ ഉണ്ടാവും. The power line currents are superimposed on speech currents, resulting in the potential of the communication channel being raised to an undesirable level. However, there is no such interference with the underground system. അപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് തന്നെ വോൾട്ടേജിൻ്റെ ലെവലൊക്കെ ഈ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വേരി ചെയ്യാം. ഇത് പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഓവർഹെഡിനും അണ്ടർഗ്രൗണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് പോർഷൻ, കണക്ഷൻ സ്കീംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 3 ടൈപ്പായിട്ടുണ്ട്. റേഡിയൽ ടൈപ്പ്, റിംഗ് ടൈപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ കുറച്ച് ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റേഡിയൽ ടൈപ്പ്. എന്താണ് റേഡിയൽ ടൈപ്പ്? ഇൻ ദിസ് സിസ്റ്റം സെപ്പറേറ്റ് ഫീഡേഴ്സ് റേഡിയേറ്റ് ഫ്രം എ സിംഗിൾ സബ്സ്റ്റേഷൻ ആൻഡ് ഫീഡ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അറ്റ് വൺ എൻഡ് ഓൺലി. അപ്പോൾ സബ്സ്റ്റേഷനിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു സൈഡിൽ
അതാണ് പറയുന്നത്. സെപ്പറേറ്റ് ഫീഡേഴ്സ് ഒരു സബ്സ്റ്റേഷൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സബ്സ്റ്റേഷൻ ഒരു എൻഡിൽ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, ഇത് ഫീഡ് ചെയ്യും. അപ്പോൾ ഫിഗർ ഷോസ് എ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ റേഡിയൽ സിസ്റ്റം ഫോർ DC ഡിസ്ട്രിബ്യൂഷൻ വേർ എ ഫീഡർ OC സപ്ലൈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് AB അറ്റ് പോയിൻറ്റ് A. ഇത് OC എന്ന് പറഞ്ഞൊരു ഫീഡറാണ്. അതിൽ നിന്ന് AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. OC പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡറിന് ഒരു AB പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് DC സിസ്റ്റത്തിനുള്ള റേഡിയൽ സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എയുടെ അവിടുന്ന് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടേക്ക് ഒരു ഫെഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി AC സിസ്റ്റത്തിൻ്റെയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ AC സിസ്റ്റത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഷോസ് എ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ റേഡിയൽ സിസ്റ്റം. എന്താണ് സിംഗിൾ ലൈൻ ഡയഗ്രാം? ഇവിടെ ഇപ്പോൾ 3 ലൈൻ ഉണ്ടാവും, അതിന് പകരം സിംഗിൾ ലൈനായിട്ടാണ് നമ്മൾക്ക് കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് കാണിക്കുക. ഓക്കെ, അതാണ് സിംഗിൾ ലൈൻ ഡയഗ്രാമാണ്. ദിസ് ഫിഗർ ഷോസ് എ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് റേഡിയൽ സിസ്റ്റം ഫോർ AC ഡിസ്ട്രിബ്യൂഷൻ. ഒരു AC ഡിസ്ട്രിബ്യൂഷൻ്റെ റേഡിയൽ സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. It is employed only when power is generated at low voltage and the substation is located at the center of the load. ഇത് സബ്സ്റ്റേഷൻ ഒരു സെൻറ്റർ ഓഫ് ദ ലോഡും അതേപോലെ പവർ ജനറേറ്റ് ചെയ്ത ലോ ആവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് കൊടുക്കുള്ളൂ. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ട് ആൻഡ് ഹാസ് ദ ലോവസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ്. ഇത് രണ്ടുമാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ടും അതുപോലെ ലോവസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റും. പക്ഷേ ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. ഒന്നെന്താ വെച്ചാൽ ദ എൻഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ നിയറസ്റ്റ് ടു ദ ഫീഡിംഗ് പോയിൻറ്റ് വിൽ ബി ഹെവിലി ലോഡഡ്. ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള ഇതെന്തായിരിക്കും, ഹെവിലി ലോഡർ ആയിരിക്കും. കൂടുതലും പോകുന്നതോറും എന്ത് ചെയ്യും, ലോഡ് കുറയും. ദ കൺസ്യൂമേഴ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ എ സിംഗിൾ ഫീഡർ ആൻഡ് സിംഗിൾ ഡിസ്ട്രിബ്യൂട്ടർ. ഈ ഇവിടെയുള്ള ഇപ്പോൾ B എന്നുള്ളൊരു കൺസ്യൂമർ ഇവിടുത്തെ സിംഗിൾ ഈ ലോഡുകളുണ്ടല്ലോ, ഇവർക്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫീഡറും സിംഗിൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മുകളിലും എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മൊത്തം സപ്ലൈ പോകും. നമുക്ക് എവിടുന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ഇങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. The consumers at the distant end of the distributor would be subjected to serious voltage fluctuation when the load on the distributor changes. അപ്പോൾ ഇവിടുന്ന് ഈ സബ്സ്റ്റേഷന് ഏറ്റവും ദൂരമുള്ള കൺസ്യൂമറിന് എന്താണ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൂടുതലുണ്ടാവും. കാരണം എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ. ഡ്യൂ ടു ദീസ് ലിമിറ്റേഷൻ ദിസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ് ഓൺലി. അതുകൊണ്ട് തന്നെ ചെറിയ ഡിസ്റ്റൻസസിന് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഇത് യൂസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് റിംഗ് സിസ്റ്റം. ഒരു റിങ് പോലുള്ള ലൈനാണ് എന്ത് പറയുക, റിംഗ് മെയിൻ സിസ്റ്റം ഉണ്ട്. ഇൻ ദിസ് സിസ്റ്റം ദ പ്രൈമറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഫോം എ ലൂപ്പ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പ്രൈമറി ട്രാൻസ്ഫോമറിൻ്റെ അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, ഒരു ലൂപ്പ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഗുണം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സബ്സ്റ്റേഷൻ, എന്നിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫോൾട്ട് വന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ട്രാൻസ്ഫോമറിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ, പക്ഷേ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഐസൊലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ എപ്പോഴും ഉണ്ടാവും. നേരത്തെ തന്നെ ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദ ലൂപ്പ് സർക്യൂട്ട് സ്റ്റാർട്ട്സ് ഫ്രം ദ സബ്സ്റ്റേഷൻ ബസ് ബാർ ആൻഡ് മേക്സ് എ ലൂപ്പ് ത്രൂ ഏരിയ ടു ബി സെർവ്ഡ് ആൻഡ് റിട്ടേൺസ് ടു ദ സബ്സ്റ്റേഷൻ. ഇങ്ങനെ ഒരു ഏരിയയിൽ കൂടെ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാം LMNOPQRS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൂപ്പാണിത്. ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ടാപ്ഡ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എമ്മിൻ്റെ അവിടുന്ന് ഓടെ അവിടുന്ന് ക്യൂവിൻ്റെ അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ദ റിംഗ് മെയിൻ സിസ്റ്റം ഹാസ് എ ഫോളോയിങ് അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ്, ലെസ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആണ് ഉണ്ടാവുള്ളൂ കൺസ്യൂമർ ടെർമിനൽ. ദ സിസ്റ്റം ഈസ് വെരി റിലയബിൾ ആസ് ഈച്ച് ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഫെഡ് വയ 2 ഫീഡേഴ്സ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ എമ്മിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഫീഡറും വരാം, ഇങ്ങനെയുള്ള ഫീഡറും വരാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റം റൺ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം. വെൻ ദ ഫീഡർ റിംഗ് ഈസ് എനർജൈസ്ഡ് ബൈ 2 or more ദാൻ ദ ജനറേറ്റിംഗ് സ്റ്റേഷൻ. നേരത്തെ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവുള്ളൂ, പക്ഷേ 2 ഫീഡർ മിനിമം വന്നത്. ഇവിടെ 2 അതിലധികം ഒന്നോ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ജനറേറ്റിംഗ് സ്റ്റേഷൻ ലൈനാണ് നമ്മൾ എന്താ പറയുക, ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം. ഇവിടെ വേണ്ട, ഇപ്പോൾ ഇതൊരു ഇവിടെ നോക്കി കഴിഞ്ഞാൽ S1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, S2 പറഞ്ഞിട്ടുള്ളൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സബ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ S1 S2 എന്നുള്ള 2 സബ് സ്റ്റേഷനും വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ഫോൾട്ട് വന്നാലും നമുക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുന്നത്, when the feeder ring is energized by 2 or more than the 2 generating station or substation, it is called interconnected system. Figure shows the single diagram of a interconnected system where the closed ring A, B, C, D is supplied by 2 substation S1 and S2 at point D and C. Distributors are connected to point O, P, QR അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്, ഒരു റിംഗ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ സർവീസ് റിലയബിലിറ്റി എവിടെയെങ്കിലും ഫോൾട്ട് ഉണ്ടായാലും ബാക്കിയുള്ളടത്തു കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻ ഏരിയ ഫെഡ് ഫ്രം വൺ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഡ്യൂറിങ് പീക്ക് ലോഡ് അവേഴ്സ് ക്യാൻ ബി ഫെഡ് ഫ്രം ദ അതർ ജനറേറ്റിംഗ് സ്റ്റേഷൻ. ഇനി ഇവിടെ ഒരു പീക്ക് ലോഡാണെന്നുണ്ടെങ്കിൽ മറ്റേ ജനറേറ്റിംഗ് സ്റ്റേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, റിസർവ് കപ്പാസിറ്റി കാരണം കൊണ്ട് തന്നെ ദിസ് റെഡ്യൂസസ് ദ റിസർവ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ എന്താ, എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. ഓക്കെ, താങ്ക് യു.